തഞ്ചാവൂരിലെ ആ പഴയ സ്കൂൾ വരാന്ത. ഉച്ചവെയിലിന്റെ മടുപ്പിലും ആ 15-കാരന്റെ കണ്ണുകൾ ഒരു പ്രത്യേക നിഴലിനായി കാത്തിരിക്കുകയാണ്. ജനാലയ്ക്കൽ കാറ്റ് പിടിച്ചുലയുന്ന അവളുടെ മുടിയിഴകൾ, അവനെ കാണുമ്പോൾ മാത്രം അവളിൽ വിരിയുന്ന ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ചെറിയ പുഞ്ചിരി. അന്നത്തെ ആ വൈകുന്നേരങ്ങളിൽ ദൂരെയുള്ള ആകാശത്തെ നോക്കി അവർ കണ്ട സ്വപ്നങ്ങൾക്ക് ഒരതിരുകൾ ഉണ്ടായിരുന്നില്ല. കാലം തങ്ങളെ രണ്ടിടങ്ങളിലേക്ക് വലിച്ചെറിയുമെന്നോ പരസ്പരം മിണ്ടാൻ പോലും കഴിയാത്തത്ര ദൂരത്തേക്ക് ജീവിതം വളരുമെന്നോ ആ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. അവരുടെ ലോകം ആ സ്കൂൾ മതിലുകൾക്കുള്ളിലായിരുന്നു. നിഷ്കളങ്കവും സുരക്ഷിതത്വവും അനന്തവുമായ ഒരു ലോകം. ദശകങ്ങൾക്കിപ്പുറം അതേ മനുഷ്യർ ഒരു രാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ആ പഴയ സ്കൂൾ കുട്ടികൾ അവർക്കുള്ളിൽ തീർച്ചയായി വിതുമ്പുന്നുണ്ടായിരിക്കാം. വിജയ് സേതുപതിയുടെ റാം എന്ന കഥാപാത്രം നമുക്കെന്നും ഒരു വിചിത്രമായ വിങ്ങലാണ്. അയാൾ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. ലോകത്തിന്റെ ഏത് കോണിലും പോകാൻ സ്വാതന്ത്ര്യമുള്ളവൻ. പക്ഷേ സത്യത്തിൽ അയാൾ തൻ്റെ 15-ാം വയസ്സിൽ തടയപ്പെട്ടുപോയ ഒരാളാണ്. മറ്റെല്ലാവരും വളരുകയും വിവാഹിതരാവുകയും ജീവിതത്തിന്റെ തിരക്കുകളിൽ പ്രണയത്തെ മറന്നുപോവുകയും ചെയ്തപ്പോൾ റാം മാത്രം ആ പഴയ സ്കൂൾ യൂണിഫോമിന്റെ മണമുള്ള ഓർമ്മകളിൽ സ്വയം തളച്ചിട്ടു. റാം ജാനുവിനെ വീണ്ടും കാണുമ്പോൾ അനുഭവിക്കുന്ന ആ പരിഭ്രമം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു മുതിർന്ന പുരുഷന്റെ പ്രണയമല്ല, പകരം തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം നഷ്ടപ്പെട്ട ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അത് തിരികെ കിട്ടുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന അതേ പകർപ്പാണ്. റാം പ്രണയിക്കുന്നത് ജാനുവിനെ മാത്രമല്ല, അവൾക്കൊപ്പം നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആ പഴയ കാലത്തെ കൂടിയാണ്. അയാളുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് ഒരുതരം പരിശുദ്ധമായ ഏകാന്തതയാണ്. ഒരു നിഴലിനെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഇത്രയും കാലം ജീവിക്കാൻ കഴിയുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അത് തന്നെയാണ് റാമു. തൃഷയുടെ ജാനകി റാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തയാണ്. അവൾ ജീവിതത്തോട് പൊരുത്തപ്പെട്ടവളാണ്. ഒരുപക്ഷെ പൊരുത്തപ്പെടാൻ നിർബന്ധിതയായവളാണ്. അവൾക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. പക്ഷെ ആ തിരക്കുകൾക്കിടയിലും അവൾ എവിടെയോ ആ ഒരു കുഞ്ഞു ജാനുവിനെ ബാക്കി വെച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റാമിനെ കാണുമ്പോൾ അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും അവൾ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ആ പഴയ കാലത്തിൻ്റെ ഒരു നോവുണ്ട്. അതൊന്നും റാമിനോടുള്ള ചോദ്യങ്ങളല്ല, മറിച്ച് തങ്ങളെ രണ്ട് ധ്രുവങ്ങളിലാക്കി മാറ്റിയ വിധിക്ക് നേരെയുള്ള ചോദ്യങ്ങളാണ്. ആ രാത്രിയിൽ അവൾ പാടുന്ന ഓരോ പാട്ടും അവൾ ചിരിക്കുന്ന ഓരോ ചിരിയും ഒരുതരം യാത്ര പറയൽ കൂടിയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ കൗമാരത്തോടുള്ള യാത്ര പറയൽ. സിനിമയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഒരു രാത്രിയിലാണ്. ലോകം ഉറങ്ങിക്കഴിയുമ്പോൾ, തിരക്കുകൾ ഒഴിയുമ്പോൾ, വെളിച്ചം കുറയുമ്പോൾ മാത്രം പുറത്തു വരുന്ന ചില സത്യങ്ങളുണ്ട്. ആ രാത്രിയിൽ റാമും ജാനുവും സംസാരിക്കുന്നത് അവരുടെ ഭൂതകാലങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അവർക്കിടയിൽ അദൃശ്യമായി നിലനിൽക്കുന്ന ആ അപൂർണതയെക്കുറിച്ചാണ്. ബാർബർ ഷോപ്പിലും ആ ഹോട്ടൽ മുറിയിലും വിമാനത്താവളത്തിൻ്റെ നിശബ്ദതയിലും കാറിലെ ഏകാന്തമായ യാത്രയിലുമെല്ലാം അവർ തങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്തുകയായിരുന്നു. അവിടെ ശാരീരികമായ അടുപ്പങ്ങളെക്കാൾ വലിയൊരു ആത്മീയമായ ഇഴയടുപ്പമുണ്ട്. പരസ്പരം തൊടാൻ ലഭിക്കുന്ന കൈകളും പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്ന സംഭാഷണങ്ങളും ആ സിനിമയ്ക്ക് നൽകുന്ന സത്യസന്ധത വിവരിക്കാനാകാത്തതാണ്. അവർക്കിടയിലെ മൗനം അരോചകമാവാത്ത പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു കംഫർട്ട് ഒരു നല്ല സിനിമയുടെ അടയാളം തന്നെയാണ്. സിനിമയുടെ അവസാനം ജാനു വിമാനത്തിലേക്ക് നടന്നു പോകുമ്പോൾ റാം അവളെ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ പ്രതീക്ഷകളില്ല. അവർ ഇനി കാണുമോ എന്നും അറിയില്ല. പക്ഷേ ആ വേർപിരിയൽ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരുതരം പൂർണ്ണതയും നൽകുന്നുണ്ടത്. റാമിൻ്റെയും ജാനുവിൻ്റെയും പ്രണയം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത് ആ വേർപിരിയലിലാണ്. തിരികെ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുന്ന റാമിനെ നോക്കുക. അയാൾ ഒറ്റയ്ക്കാണ്. പക്ഷെ അയാളുടെ ഉള്ളിൽ ഇപ്പോൾ ജാനുവിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്. വർഷങ്ങളോളം അയാൾ ചുമന്ന ആ ഭാരം ആ രാത്രിയോടെ ഒരാശ്വാസമായി മാറി. പ്രണയമെന്നാൽ സ്വന്തമാക്കുക എന്നല്ല, മറിച്ച് ആ വ്യക്തിയെ തൻ്റെ ഉള്ളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നതാണ് റാം നമ്മെ പഠിപ്പിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം നരബാധിച്ച മുടിയുമായി റാം തൻ്റെ പഴയ സ്കൂൾ മതിലിനരികിൽ നിൽക്കുകയാണ്. ഉള്ളിൽ ഇപ്പോഴും ആ 15-കാരൻ്റെ ഹൃദയമിടിപ്പ്. ദൂരെ നിന്ന് നോക്കിയാൽ അയാൾക്ക് ഒറ്റയ്ക്കാണെന്ന് തന്നെ തോന്നും. പക്ഷേ ആ കാറ്റിൽ ജാനുവിൻ്റെ പാട്ടിൻ്റെ ഈണമുണ്ട്. ആ പഴയ സ്കൂൾ ജനാലയിലൂടെ വീണ്ടും ആ നിഴൽ അനങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. ജാനു പോയതിനു ശേഷം അവൾ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ മടക്കി സൂക്ഷിക്കാൻ തുറക്കുന്ന ആ ട്രങ്ക് ബോക്സ് അയാളോടൊപ്പം ഉള്ളിടത്തോളം കാലം അവരുടെ ഓർമ്മകൾ അവശേഷിക്കുന്ന ആ കുഞ്ഞു ലോകത്തിന് അവസാനമുണ്ടെന്ന് തോന്നുന്നേയില്ല. കാരണം ചില പ്രണയങ്ങൾ മരിക്കുന്നില്ല. അവ കാലത്തിൻ്റെ മണലിൽ വേരുകളാഴ്ത്തി അങ്ങനെ നിൽക്കും.
ലോകം എത്ര മാറിയാലും നാം എത്ര മുതിർന്നവരായാലും ഉള്ളിൽ എവിടെയോ ആ പഴയ സ്കൂൾ വരാന്തയിൽ നാം ഇപ്പോഴും പ്രിയപ്പെട്ട ഒരാൾക്കായി കാത്തു നിൽക്കുകയാണ്. ആ കാത്തിരിപ്പാണ് ജീവിതം. ആ അപൂർണതയാണ് നമ്മുടെ ഏറ്റവും വലിയ പൂർണ്ണത. അതുകൊണ്ട് പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പറ്റുമെങ്കിൽ റാം ജാനുവിനെ പ്രണയിച്ചതുപോലെ. കാരണം അത്രയധികം സ്നേഹവും ബഹുമാനവും എമ്പതിയും എല്ലാം കലരുന്ന പ്രണയ കഥകളുള്ള ആ ലോകം ചിന്തിക്കാവുന്നതിലും മനോഹരമായിരിക്കും. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഗെയിംസ് കളിച്ച് റിവാർഡ്സ് സ്വന്തമാക്കാനും ഉടൻ തന്നെ ഫാൻബെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.